ബിജെപിയെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി കഴിയുന്ന ഇടത്തൊക്കെ സഹകരിക്കുമെന്ന് സിപിഎമ്മിന്റെ പൊതു ജനറൽ സെക്രട്ടറി എം എ ബേബി. സിപിഐഎമ്മിന്റെ സ്വാധീന മേഖലകളിലും ബിജെപി കടന്നുകയറുന്നുണ്ട്. തുടർ ഭരണത്തിന് തുടർച്ചയുണ്ടാകുമോ എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പറയാമെന്നും എം എ ബേബി പറഞ്ഞു. കോൺഗ്രസുമായുള്ള സഹകരണം സംബന്ധിച്ച യെച്ചൂരി ലൈൻ സിപിഐഎം തുടരുമോ എന്നതാണ് ഉയർന്ന പ്രധാന ചോദ്യം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബിജെപിയെ പരാജയപ്പെടുത്താൻ ദേശീയ തലത്തിൽ കോൺഗ്രസ് സഹകരണം അനിവാര്യമെന്ന് പുതിയ ജനറൽ സെക്രട്ടറി. കോൺഗ്രസിനെ പോലെ നയങ്ങളിൽ വ്യക്തതയില്ലാത്ത ഒരു പാർട്ടിയെ കൂടി ആശ്രയിക്കാതെ നമുക്ക് തന്നെ അങ്ങ് ബിജെപിയെ തോൽപ്പിക്കാം എന്ന് സിപിഎം പ്രമേയം പാസാക്കിയതുകൊണ്ടുള്ള കാര്യമുണ്ടോ? രണ്ടാം പിണറായി സർക്കാരിന്റെ തുടർച്ച ഉണ്ടാകുമെന്ന് ഇടയ്ക്കിടെ ഉറപ്പിച്ചു പറയുന്ന നേതാക്കൾക്കിടയിലും ജനറൽ സെക്രട്ടറിക്ക് ഭിന്നസ്വരം. 10 വർഷം ഇവർ ഭരിച്ചല്ലോ, ഇനി നമുക്ക് അവസരം കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിച്ച് അതിന്റെ പേരിൽ ആ മോഹം വെച്ചുകൊണ്ട് പരസ്പരം അടിപിടി കൂടുന്ന രാഷ്ട്രീയ വിഭാഗങ്ങളും കേരളത്തിലുണ്ട്. ഇതെല്ലാം കേരളത്തിലുണ്ട്. പക്ഷെ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശക്തി അത് സുവിദിതമാണ്, ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അത് ഈ ദുർഭരണത്തിലൂടെ പ്രതിഫലിക്കപ്പെട്ടതാണ്. അത് തുടരുന്നുണ്ടോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യാൻ ആദ്യ ഒരു അവസരം നമുക്ക് വരുന്നുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ ബിജെപി വളരുന്നതിൽ കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്താനാകില്ലെന്നും എം എ ബേബി പറഞ്ഞു. സിപിഐഎമ്മിന്റെ സ്വാധീന മേഖലകളിൽ അവിടെയും UDFന്റെ മാത്രമല്ല, കോൺഗ്രസിന്റെ മാത്രമല്ല, സിപിഐഎമ്മിന്റെ സ്വാധീന മേഖലകളിലും ബിജെപി വളരാൻ ശ്രമിക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് വളരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടത്. ഇത് ബന്ധപ്പെട്ട കമ്മിറ്റികൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ച് അത് തടയാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പം കോൺഗ്രസിന്റെ ചെലവിൽ മാത്രം ബിജെപി വളരുന്നു എന്നുള്ളതല്ല. പിണറായിക്ക് മേൽ എം എ ബേബി മറ്റൊരു അധികാര കേന്ദ്രമാകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരും ആരുടെയും മുകളിലുള്ള നേതാവല്ല. 10 ലക്ഷത്തിലധികം സഖാക്കൾ ഈ പാർട്ടിയിലുണ്ട്. ആ 10 ലക്ഷത്തിലധികം വരുന്ന സഖാക്കളും ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ മൂല്യമുള്ളവരാണ്. KUWJ പ്രഖ്യാപിച്ച മീറ്റ് ദ പ്രസിലാണ് സിപിഐഎം ജനറൽ സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.